ഒരുപക്ഷെ ഒരു ഗസലിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം അത്രയും നന്നായിട്ട് പരുവപ്പെട്ടു വന്നത് അത്. ഇതെല്ലാം ഗസലിഷാണ്. ഗസൽ മീനിങ്സ് ടോക്കിംഗ് ഉണ്ടോ. സോ സാഹിബ ഇസ് യു ടോക്കിംഗ്. സാഹിബ 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 സാഹിബ. So you can go on singing like that. ഇപ്പോൾ ഭാഷയുടെ ആദ്യം ഉണ്ടായത് പദ്യമാണെന്നും പറയുന്നുണ്ട് ഭാഷ സയൻറ്റിസ്റ്റുകൾ. അപ്പോൾ ഒരുപക്ഷെ ഈ ഉറുദു ലാംഗ്വേജിൻ്റെയും ഗസലിൻ്റെയും ഒരു പറച്ചിൽ പാട്ട് ഇതിനിടയ്ക്കുള്ള വ്യത്യാസങ്ങൾ ചില സമയം ഇല്ലാതെ പോകില്ലേ? അതിൻ്റെ ഡിഫറൻസ് എന്താണ് സാറേ പറച്ചിലിനും പാട്ടിലിനും ഇടയ്ക്ക്? What is music? Music is talking in sur. Conversation in sur. You're telling a story, you're telling a news, or you're telling your wish, or you're telling your love. Idana, it is conversation. Music is conversation. So adu musicum swaramum wordum shabdamum swaramum, it gets married. That is music basically. The marriage of swara and shabda. That can happen in any language. It is not necessarily Urdu. എല്ലാ ഭാഷകളിലും അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ. ഇംഗ്ലീഷിലും ഉണ്ട്, ആംഗ്ലത്തിലും ഉണ്ട്, മറാഠിയിലും ഉണ്ട്, തമിഴിലും ഉണ്ട്. ഇനി യൂസിങ് ദ ലാംഗ്വേജ് മലയാളത്തിലുണ്ട്. അതെ. ചിലപ്പോൾ ഒരുപാട് കൊളാബുകൾ ചെയ്യുന്നതിലൂടെ സാറിൻ്റെ മനസ്സിനകത്ത് മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മ്യൂസിക്, നമ്മൾ പഠിച്ച മ്യൂസിക്, പുറത്തുനിന്ന് വന്നിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക് എല്ലാം മ്യൂസിക്കാണ്. അപ്പോൾ പുറത്തേക്ക് പോയിട്ടൊക്കെ ഓരോ കൊളാബ് ചെയ്യുമ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ശരിക്കും കോൺസെപ്റ്റ്? അവരുമായിട്ട് ചേരുമ്പോൾ കൂടുതൽ പഠിക്കലായിരുന്നോ അതേ നമ്മളെ കൂടുതൽ നമ്മുടെ കൾച്ചറൂടെ അവർക്ക് മനസ്സിലാവണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് അതിനകത്ത്? When you're doing fusion, you're thinking of the result of the fusion. ഇപ്പോൾ 2 എലിമെൻറ്റ് ഉരുക്കിയിട്ട് 3rd എലിമെൻറ്റ് ചെയ്യുന്നില്ലേ? ഇറ്റ് ഈസ് നോട്ട് ദിസ്, ഇറ്റ് ഈസ് ദിസ്. മനസ്സിലായി. ഇറ്റ് ഈസ് 1, ഇറ്റ് ഈസ് 3rd എലിമെൻറ്റ്. ദിസ് A+B ഇല്ല, ഇറ്റ് ഈസ് C. സോ നമുക്ക് when you're doing fusion ഒത്തുപോകണം രണ്ടും. It is to intertwine. There's 2 fingers. If you do this intertwined, you're seeing a 3rd finger. You're seeing one rupam. അതാണ് ഇമ്പോർട്ടൻറ്റ്. സാറ് എസ് എ രാജ്കുമാർ സാറിന് വേണ്ടിയിട്ട് റോസാപ്പൂ, അതെ ആ കാലഘട്ടത്തിൽ റോസാപ്പൂ പാടാത്ത ആൾക്കാരില്ല. അയ്യോ എമ്മം, ഇറ്റ് ഈസ് സോ ഈവൻ ടുഡേ ഇഫ് ഐ സിംഗ് ദാറ്റ് സോങ്, റോസാപ്പൂ ചിന്ന റോസാപ്പൂ உன் பேர சொல்லும் ரோசாப்பூ காட்டில் காடும் பனியாகும் என் பாட்டை கேட்டு குயிலாடும் ரோசாப்பூ சின்ன ரோசாப்பൂ. ഈ റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് മലർകളെ പാടുന്ന സമയത്ത് ഡിഫറെൻറ്റ് വോയിസാണ്. പക്ഷേ ടെലിഫോൺ മണി പോൽ പാടിയപ്പോൾ സത്യത്തിൽ ടെലിഫോൺ മണിക്ക് വേറെന്തോ ഒരു വോയിസ് ഉപയോഗിച്ചതുപോലെ, എന്ന് വെച്ചാൽ ഒരു രസമുള്ളൊരു ടോണാണ് അത്. ഓരോ പാട്ടുകളിലും അത് ടോൺ കൊടുക്കണം, ടോൺ ചേഞ്ച് ആകും. ടെലിഫോൺ മണി പോൽ സിരിപ്പ വലിവല മെൽബൺ മലപ്പോൾ മെല്ലിയം ഡിജിറ്റലിൽ ശ്രുതിക്കയ കുരല എലിസബത്ത് ടൈലർ മകള ജാക്കിർ ഹുസൈൻ തബല ഇവൾ താനാ സോന. മലர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா ഉരുകിയതേ எனதுள்ளம். ഇതുപോലെ ഈ വാജി 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 എൻ ജീവൻ ശിവാജി, അതിലാ രജനീകാന്ത് ഫസ്റ്റിൽ വന്നിട്ട് അമ്പൽ പുന്നകയോ മൗവൽ മൗവൽ പൂമരി വാവനും പോതുമരി ദര ദര ദീ ദര ദീ ദര 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 ദര. സോ അതിൽ ഡ്രാമ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ സോങ് ഇസ് ബേസിക്കലി. സോ ദാറ്റ് വേ യു സിംഗ് ദ സോങ്. പക്ഷേ അത് മലയാളത്തിൽ പറയാൻ മറന്നതിൽ വരുമ്പോൾ
ഒരുപക്ഷെ ഹരിഹരൻ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പറയാൻ മറന്നത് കേട്ടത് അങ്ങനെയല്ല. ഒരു ഗസലിൻ്റെ മൂഡുണ്ട്, പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ എന്നൊക്കെ പാടുന്ന സമയത്ത് അത് എത്ര നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് കൂടെ. അങ്ങനെ നമുക്കൊരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. സാർ ആ പോർഷൻ ഒന്ന് പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ പറയാൻ മറന്നതിലുള്ളതാണ്. മദസുഗന്ധമാ നിരുപമ പാദമേ തഴുകി ഹദാശമീ ക്യാ ബാത് ഹൈ ജാലകങ്ങളിൽ എന്ന് പാടും. അവിടേക്ക് വരുമ്പോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓഫ് വേറെ ലെവൽ സാധനം സാറേ. അതിൽ ആ പറയാൻ മറന്നു എന്ന് പറയുമ്പോൾ ഈ പറയാൻ മറന്ന ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, വെറുതെ ഇങ്ങനെ തമാശക്ക് അനുകരിക്കും. പറയാൻ കുഴപ്പമില്ല, പറയാൻ. അതായത് നമുക്ക് മ്യൂസിക് അറിയില്ല, അപ്പോൾ ലേമാൻസ് അത് certain songs ഇല്ലേ அப்படி പാടണം. because so can people can enjoy the art of singing. രമേഷ് ജിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോമ്പോസിഷൻസ്. അത് എനിക്ക് ഫസ്റ്റ് അത് വൺ ഓഫ് മൈ വെരി ഗുഡ് സോങ്സ് ഇൻ മലയാളം. മലയാളത്തിൽ ശരിക്കും ഏറ്റവും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം കണ്ണും പൂട്ടി ഇത് സെലക്ട് ചെയ്യും. സാർ ആ പറയാൻ മറന്നേയും കൂടെ ഒന്ന് പാടൂ. പറയാൻ മറന്ന പരിഭവങ്ങൾ വിടരാർദ്രമാ നിമിഷമോർക്കെ പറയാൻ മറന്ന പരിഭവങ്ങൾ 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 പറയാൻ മറന്ന പരിഭവങ്ങൾ 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 പറയാൻ മറന്ന. ഈ ഇംപ്രൂവൈസേഷൻസ് സാറ് അതെ ഇപ്പോൾ ആയതാണ്. അത് തന്നെ അതേപോലെ സ്റ്റേജ് ചെയ്യും. സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കാണുന്ന സാധാരണ കാണുമ്പോൾ ഈ സ്റ്റേജ് ചെയ്താൽ പിഴച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിൽ ആരും അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല, ഇല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. സാറ് ഇപ്പോൾ വന്നതുപോലെ സ്റ്റേജിൽ വരികയാണ്. അപ്പോൾ ദിസ് സിംഗിങ് കംസ് വെൻ യു ഡു ഖയാൽ സിംഗിങ്. ഖയാൽ പാടുന്നല്ലേ, അതോട് പേര് അതോട് ഖയാൽ മീൻസ് ഇമാജിനേഷൻ. ഇമാജിനേഷനോട് വളർത്തുறதுக்கு ഒരു അഭ്യാസമുണ്ട്, റിയാസുണ്ട്. ശബ്ദത്തെ കൊണ്ട് ഒരു 100 times പറയൂ ഡിഫറെൻറ്റ്. ஆனால் അത് സെയിം ലെവലിൽ ഇരിക്കണം മ്യൂസിക്കലി. ചുമ്മാ ബോറടിക്കും, പറയാൻ അറിഞ്ഞ. സോ ദാറ്റ് ക്രിയേഷൻ യു ഗെറ്റ് ഇഫ് യു സ്റ്റഡി ഖയാൽ സിംഗിങ്. അതുകൊണ്ട്